നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിപവിത്രമായ നാമത്തിൽ എന്നെ കേൾക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തക പഠനം സീരീസിലെ 30ാമത്തെ ക്ലാസ്സാണ് ഇത്. വെളിപ്പാട് പുസ്തകം 20ാം അധ്യായത്തിലെ 1ഉം 2ഉം പുനരുത്ഥാനങ്ങൾ വിവിധമായ വ്യാഖ്യാനങ്ങൾ നിമിത്തം ശ്രദ്ധേയമായവയാണ്. അക്ഷരികമായ വ്യാഖ്യാന രീതി അവലംബിക്കുന്നവർ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുവാനുള്ള മരിച്ചവരുടെ പുനരുത്ഥാനം 2 ഘട്ടങ്ങളായി ഉണ്ടാകുമെന്നും അതിനിടയ്ക്ക് 1000 ആണ്ടത്തെ വിടവുണ്ടാകുമെന്നും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. പ്രത്യക്ഷത്തിൽ ശരിയെന്ന് തോന്നാവുന്ന ആ ചിന്താഗതി തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ വിലയിരുത്തപ്പെടേണ്ടതാണ്. അതാണ് ഈ ക്ലാസ്സിൽ ചെയ്യുവാനായിട്ട് പോകുന്നത്. വിലയിരുത്തപ്പെടേണ്ട വസ്തുതകളിൽ ഒന്നാമത്തേത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആഖ്യാന രീതി, അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം എഴുതിയ യോഹന്നാൻ എങ്ങനെയാണ് അത് എഴുതി തന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആഖ്യാന രീതി സംബന്ധിച്ച് 1ാം അധ്യായം 1ാം വാക്യത്തിൽ തന്നിരിക്കുന്ന സൂചനയ്ക്ക് അനുസൃതമായി വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെടേണ്ടവയല്ല. ഒരു പ്രവചനവും അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെടേണ്ടവയല്ല. അതുപോലെ വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചനങ്ങളെ വ്യാഖ്യാനിക്കുന്ന പൊതുവായ തത്വം അനുസരിച്ച് അലങ്കാരങ്ങളായി കണ്ട്, ഉപമകളായി കണ്ട്, അടയാളങ്ങളായി കണ്ട് ആണ് വ്യാഖ്യാനിക്കേണ്ടത്. കാരണം അവയുടെ ആഖ്യാനം അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന രീതി അക്ഷരാർത്ഥത്തിലല്ല ചെയ്തിരിക്കുന്നത്. അതിനുള്ള തെളിവുകൾ ഞാനിവിടെ ആദ്യം നൽകുകയാണ്. 1ാം അധ്യായം 1ാം വാക്യത്തിൻ്റെ അവസാനത്തിലെ പ്രദർശിപ്പിച്ചു എന്ന പദത്തിൻ്റെ സ്ഥാനത്ത് KJV, NKJV, ASV, JNRB, യങ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ മുതലായ ഇംഗ്ലീഷ് വിവർത്തനങ്ങളിൽ സിഗ്നിഫൈ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൂലഭാഷയിലെ സേമൈനോ എന്ന പദത്തിന് അതാണ് അർത്ഥം. സിഗ്നിഫൈഡ് എന്ന് വെച്ചാൽ സൈൻ അഥവാ അടയാളം ഉപയോഗിച്ച് ആശയവിനിമയം ചെയ്തു എന്നാണ് അർത്ഥം. ആകയാൽ ആ വചനഭാഗത്തിന്റെ കൃത്യമായ മലയാളം വിവർത്തനം ഇപ്രകാരമാണ്: അവൻ അത് തൻ്റെ ദാസനായ യോഹന്നാന് തൻ്റെ ദൂതൻ വഴിയായിട്ട് അയച്ചിട്ട് സൂചിപ്പിച്ചു. പ്രദർശിപ്പിക്കുകയല്ല, സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് പ്രവചനങ്ങളെ അടയാളങ്ങൾ അഥവാ പ്രതീകങ്ങൾ ഉപയോഗിച്ചാണ് ആഖ്യാനം ചെയ്തിരിക്കുന്നത്. ഓരോ അടയാളത്തിനും പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന കൃത്യമായ ഒരു അർത്ഥമുണ്ട്. അതനുസരിച്ച് വേണം നാം വ്യാഖ്യാനിക്കുവാൻ. ഇതിന് തെളിവായുള്ള ചില ഉദാഹരണങ്ങൾ കർത്താവ് തന്നെ തരുന്നുണ്ട്. കർത്താവിൻ്റെ കയ്യിൽ കണ്ട 7 നക്ഷത്രങ്ങൾ അക്ഷരാർത്ഥത്തിൽ 7 നക്ഷത്രങ്ങളല്ല എന്ന് നമുക്കറിയാം. അവ 7 സഭകളുടെ 7 ദൂതന്മാരെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് കർത്താവ് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ദർശനത്തിൽ കർത്താവ് 7 വിളക്ക് തണ്ടുകളുടെ നടുവിൽ നടത്തുന്നുണ്ടായിരുന്നു. ആ വിളക്ക് തണ്ടുകൾ അക്ഷരാർത്ഥത്തിൽ വിളക്ക് തണ്ടുകളല്ല. അവ അവിടെ പരാമർശിച്ചിരിക്കുന്ന 7 സ്ഥലം സഭകളെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് കർത്താവ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ പഴയ പാമ്പെന്ന മഹാസർപ്പത്തെ പിശാചും സാത്താനുമായവൻ എന്നാണ് ആത്മാവ് വ്യാഖ്യാനിച്ച് തന്നിരിക്കുന്നത്. ഇതേ പാത പിന്തുടർന്ന് മറ്റൊരടയാളമായ കുഞ്ഞാട് ലോകത്തിൻ്റെ പാപങ്ങളെ ചുമന്നവനായ ക്രിസ്തുവാണെന്ന് നാം മനസ്സിലാക്കുന്നു. ആകയാൽ വെളിപ്പാടിലെ പ്രവചനങ്ങളുടെ അർത്ഥവ്യാഖ്യാനത്തിന് ഈ പാതയാണ് നാം പിന്തുടരേണ്ടത്. അർത്ഥവ്യാഖ്യാനത്തിന് ആദ്യം ആവശ്യമായിരിക്കുന്നത് അടയാളങ്ങളെ തിരിച്ചറിയുക എന്നതാണ്. അസാധാരണത്വമാണ് അടയാളങ്ങളുടെ പ്രധാന സ്വഭാവം. കയ്യിൽ 7 നക്ഷത്രങ്ങളുമായി കാണപ്പെടുന്ന കർത്താവ് ഒരു അസാധാരണ കാഴ്ചയാണ്. നക്ഷത്രം മനുഷ്യൻ്റെ കയ്യിൽ ഉൾക്കൊള്ളാവുന്ന ഒന്നല്ല. ദർശനത്തിൽ കാണുന്ന കർത്താവിന് അസാധാരണമായ രൂപവും തേജസ്സുമുണ്ട്, എങ്കിലും അസാധാരണ വലിപ്പം ഇല്ല. അതുകൊണ്ട് കയ്യിൽ 7 നക്ഷത്രങ്ങളുമായി കാണുന്ന കർത്താവിൻ്റെ കയ്യിലെ നക്ഷത്രങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഉള്ളവയല്ല എന്ന് അതിനാൽ സൂചിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതൊരു അടയാളമായി വേണം കണക്കാക്കുവാൻ. അതുപോലെ 7 വിളക്ക് തണ്ടുകളുടെ നടുവിൽ നടക്കുന്ന കർത്താവിൻ്റെ കാഴ്ച എന്തോ സത്യം അതിൽ മറഞ്ഞിരിപ്പുണ്ട് എന്ന് തോന്നിക്കത്തക്കതായ ഒരു കാഴ്ചയാണ്. അതുപോലെ ഹിമം പോലെ വെളുത്ത പഞ്ഞി പോലെയുള്ള തലമുടി, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്, ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സമമായ കാൽ,
വായിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഇരുവായുത്തലയുള്ള വാൾ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം, സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുമ്പോൾ എങ്ങനെയോ അതുപോലെയുള്ള മുഖം എന്നിവയൊക്കെ എന്തോ സത്യങ്ങൾ അതിൽ മറച്ചു വച്ചിട്ടുണ്ട് എന്ന് തോന്നിക്കത്തക്കതായ അസാധാരണമായ കാഴ്ചകളാണ്. ഈ അസാധാരണത്വമാണ് അടയാളങ്ങളെ തിരിച്ചറിയുവാനുള്ള പ്രധാനപ്പെട്ട വഴി. ഈ അടയാളങ്ങളിൽ പലതും കർത്താവ് തന്നെ പിന്നീട് 7 സഭകൾക്കുള്ള ചെറു ലേഖനങ്ങളിൽ വ്യാഖ്യാനിച്ച് തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രസക്തി ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. അടുത്ത വെല്ലുവിളി ഈ അടയാളങ്ങളെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നതാണ്. വെളിപ്പാടിലെ കുഞ്ഞാടിനെ ക്രിസ്തുവാണെന്ന് നാം വ്യാഖ്യാനിക്കുന്നതിനുള്ള ഒരു കാരണം ആ കുഞ്ഞാട് ഇതിനകം അറക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. അതുകൂടാതെ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ഇതാ ലോകപാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് ക്രിസ്തുവിനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞിട്ടുമുണ്ട്. യോഹന്നാൻ്റെ തന്നെ പുസ്തകമാണല്ലോ സുവിശേഷവും. നമ്മുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ എന്ന പൗലോസിൻ്റെ വാക്കുകളും ഈ സാഹചര്യത്തിൽ സ്മരണീയമാണ്. ഇങ്ങനെ തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിലാണ് അടയാളങ്ങളുടെ അർത്ഥം നാം വ്യാഖ്യാനിക്കേണ്ടത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കൂടുതൽ കടക്കാം. രണ്ടാമതായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് പുനരുത്ഥാനം സംബന്ധിച്ച് വെളിപ്പാടിന് പുറമെയുള്ള പുസ്തകങ്ങൾ, സുവിശേഷങ്ങളും ലേഖനങ്ങളും എന്തു പഠിപ്പിക്കുന്നു എന്നാണ്. പുനരുത്ഥാനം എന്ന പദത്തിൻ്റെ അർത്ഥം വീണ്ടും എഴുന്നേൽപ്പ് എന്നാണ്. ഗ്രീക്കിലെ അനസ്റ്റാസിസ് എന്ന പദത്തിൻ്റെ തർജ്ജമയാണ് പുനരുത്ഥാനം. നീതിമാന്മാരുടെയും നീതികെട്ടവരുടെ എഴുന്നേൽപ്പിനെ കുറിച്ച് പറയുവാൻ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഉയർത്തെഴുന്നേൽപ്പ് എന്ന പദത്തിൻ്റെ അർത്ഥം ജീവിച്ച് എഴുന്നേൽക്കുക എന്നാണ്. ഉയിർ എന്ന് പറഞ്ഞാൽ ജീവൻ എന്നാണല്ലോ അർത്ഥം. ഗ്രീക്കിലെ എഗേരോ എന്ന പദത്തിൻ്റെ തർജ്ജമയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നത്. നീതിമാന്മാരുടെ എഴുന്നേൽപ്പിനെ കുറിച്ച് പറയുവാൻ മാത്രമാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം നീതിമാന്മാർ ജീവനിലേക്കും നീതികെട്ടവർ രണ്ടാം മരണത്തിലേക്കുമാണ് പുനരുത്ഥാനം ചെയ്യുന്നത്. ചില സന്ദർഭങ്ങളിൽ ഉയർപ്പിച്ചു എന്ന സ്ഥാനത്ത് ജീവിപ്പിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനം സംബന്ധിച്ച് പൊതുവായി പറയുമ്പോൾ പുനരുത്ഥാനം എന്ന പദം ഉപയോഗിച്ച് കാണുന്നു. യോഹന്നാൻ 5:29 ഇതിനൊരു ഉദാഹരണമാണ്. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ഈ വാക്യത്തിൽ നന്മ ചെയ്തവരെയും തിന്മ ചെയ്തവരെയും അഥവാ നീതിമാന്മാരെയും നീതികെട്ടവരെയും കുറിച്ച് ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പൊതുവായിരിക്കുന്ന പദമാണ് പുനരുത്ഥാനം എന്ന് പറയുന്നത്. നീതിമാന്മാരുടെ പുനരുത്ഥാനം സംബന്ധിച്ച് മാത്രം പറയുമ്പോൾ പൊതുവെ ഉയർപ്പ് എന്ന പദമാണ് ഉപയോഗിച്ച് കാണുന്നത്. പുനരുത്ഥാനവും ഉപയോഗിക്കാറുണ്ട്. യോഹന്നാൻ 11:24 ഒരു ഉദാഹരണമാണ്. ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു. മാർത്തയുടെ വാക്കുകളാണിത്. കർത്താവായ യേശു ക്രിസ്തുവിനോട് പറഞ്ഞ വാക്കുകൾ. കർത്താവായ യേശു ക്രിസ്തു മുൻപ് അവരെ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്. ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. എന്തുകൊണ്ടാണ് ലാസറിനോടുള്ള ബന്ധത്തിൽ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞത്? താൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനും നീതീകരിക്കപ്പെട്ടവനും ആയിരുന്നു. വിശ്വാസികളുടെ ഉയർപ്പിനെ ദൈവവചനം 2ആയി തരംതിരിക്കുന്നുണ്ട്. ഒന്ന് ആത്മാവിൻ്റെ ഉയർപ്പ് എന്നും 2 ശരീരത്തിൻ്റെ ഉയർപ്പ് എന്നും. ആത്മാവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് ഇനി വിശദമായിട്ട് ചിന്തിക്കാം. ആദാമ്യ പാപനിമിത്തം മനുഷ്യാത്മാവും ശരീരവും മരിച്ചതായി തീർന്നു. ഇത് നിമിത്തം മനുഷ്യ ആത്മാവിനും ശരീരത്തിനും ദൈവത്തെ അനുസരിച്ച് നടക്കുവാൻ കഴിവില്ലാതെയായി. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ലാതെയായി. അതുകൊണ്ട് ആത്മാവിൻ്റെ ഉയർപ്പിന് മുമ്പ് മനുഷ്യൻ അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവായ പിശാചിനെ അറിഞ്ഞോ അറിയാതെയോ അനുസരിച്ച് ജീവിക്കുന്നു. ഈ കാര്യം എഫേസ്യർ 2:2 പറഞ്ഞിട്ടുണ്ട്. അവയിൽ നിങ്ങൾ അപ്പോൾ ഈ ലോകത്തിൻ്റെ ഗതിക്ക് അനുസൃതമായി അനുസരണക്കേടിൻ്റെ പുത്രന്മാരിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആത്മാവായ വായുവിൻ്റെ അധികാരത്തിൻ്റെ അധിപതിക്ക് അനുസൃതമായി നടന്നു. അതുകൂടാതെ മനുഷ്യൻ മരിച്ച ശരീരാത്മാവുകളുടെ അഭിലാഷങ്ങളെ അനുസരിച്ചും ജീവിക്കുന്നു.
ഈ കാര്യം എഫേസ്യർ 2:3 പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഇടയിൽ നാമും എല്ലാവരും അപ്പോൾ മാംസത്തിൻ്റെയും മനോനിരൂപണങ്ങളുടെയും ഹിതങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ മാംസത്തിൻ്റെ മോഹങ്ങളിൽ പെരുമാറുമാറാക്കപ്പെട്ടു. ഇവിടെ മാംസം എന്നാണ് കൃത്യമായ തർജ്ജമ. ജഡം എന്നാണ് സത്യവേദ പുസ്തകത്തിലുള്ളത്. തെറ്റൊന്നുമില്ല. ജഡം എന്ന് വെച്ചാൽ മരിച്ച ശരീരം എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ മരിച്ച മാംസം എന്നാണ് അർത്ഥം. ആത്മീകമായി മരിച്ച മാംസത്തിൻ്റെയും അതുപോലെ മനോനിരൂപണങ്ങൾ ഉണ്ടാകുന്നത് ആത്മാവിൽ നിന്നാണല്ലോ. അതുകൊണ്ട് അതിൻ്റെയും ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ഒരു സ്ഥിതിയാണ് ഒരു വ്യക്തി യേശു ക്രിസ്തുവിലായി തീരുന്നതിന് മുമ്പ് ഉള്ളത്. അതിൽ നിന്ന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് വഴിയായി ജീവൻ പകർന്ന് മനുഷ്യനെ രക്ഷിക്കുന്നു. ഈ രക്ഷയെ നാം പൊതുവെ ആത്മാവിൻ്റെ രക്ഷ എന്നോ ആത്മാവിൻ്റെ ഉയർപ്പ് എന്നോ ആത്മാവിൻ്റെ ജീവിക്കൽ എന്നോ വിളിക്കുന്നു. താഴെ പറയുന്ന അപ്പസ്തോലനായ പൗലോസിൻ്റെ വാക്കുകൾ അതിന് തെളിവുകളാണ്. എഫേസ്യർ 2:1 താൻ പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. എഫേസ്യർ 2:5 താൻ പറയുന്നു, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കൊലോസ്യർ 2:12 താൻ പറയുന്നു, സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോട് കൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. കൊലോസ്യർ 2:13 അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോട് കൂടെ ജീവിപ്പിച്ചു. കൊലോസ്യർ 3:1 ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പേൻ. ഈ വചനങ്ങളിലൊക്കെ ഉയർപ്പിക്കുക, ജീവിപ്പിക്കുക എന്നീ വാക്കുകൾ, രക്ഷിക്കപ്പെടുക എന്നീ വാക്കുകളൊക്കെ ഭൂതകാലത്തിൽ പൂർത്തീകരിച്ച കാര്യങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇനിയും ശാരീരികമായി ഉയർത്തെഴുന്നേറ്റിട്ടില്ലല്ലോ. അതുകൊണ്ട് ആ ഉയർപ്പ് ആത്മാവിനെ സംബന്ധിച്ചുള്ളതാണ് എന്ന് വ്യക്തമാണ്. കർത്താവായ യേശുവും ഇത് സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. യോഹന്നാൻ 5:25 ഞാൻ വായിക്കാം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നിടത്തോളം വായിച്ചാൽ ഇത് വരുവാനിരിക്കുന്ന പുനരുത്ഥാനമാണെന്നേ തോന്നുകയുള്ളൂ. 28, 29 വാക്യങ്ങളിൽ അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ടു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. എന്നാൽ ഇവിടെയോ ആ നാഴിക വരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടിടത്തും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ രണ്ടാണ്. ഇത് ഒന്നാമത്തെ വ്യത്യാസം. അതായത് 5:25 പറഞ്ഞിരിക്കുന്നതും 5:28, 29 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. 28, 29 വാക്യങ്ങളിൽ കല്ലറകളിലുള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് പുനരുത്ഥാനം ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് മരിച്ചവർ എല്ലാവരും ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 100% പേരും കേൾക്കും. നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും കേൾക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ കേൾക്കുന്നവർ ജീവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മരിച്ചവർ എല്ലാവരും ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയില്ല, കേൾക്കുന്നവർ മാത്രം ജീവിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് രണ്ടിടത്തും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ രണ്ടാണ് എന്ന് രണ്ടാമത്തെ സൂചന നമുക്ക് ലഭിക്കുന്നു. കർത്താവ് 25-ാം വാക്യത്തിൽ ജീവിക്കുക എന്ന പദവും 29-ൽ പുനരുത്ഥാനം ചെയ്യുക എന്ന പദവും ഇങ്ങനെ രണ്ട് വ്യത്യസ്തമായ പദങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടിടത്തും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ രണ്ടാണ് എന്ന് കാണിക്കുവാനുള്ള ഒരു ക്രമീകരണമാണ് അത്. ഇത് മൂന്നാമത്തെ വ്യത്യാസം. ആകെ 25-ലും 29-ലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ രണ്ടും രണ്ടാണ്. ഇനി 25-ൽ പറഞ്ഞിരിക്കുന്ന ആ ജീവിക്കൽ എന്താണെന്ന് നോക്കാം.
ആ നാഴിക വരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്ന മറ്റൊരു സന്ദർഭം യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെയുണ്ട്. 4-ാം അധ്യായം 24-ാം വാക്യം. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് അത് സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യമാണെന്ന് പറയാറുണ്ടോ? ഇല്ല, അത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്നാണ് നാം മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനനുസൃതമായി ആത്മാവിലും സത്യത്തിലും ഉള്ള നമസ്കാരം അഥവാ ആരാധന ഈ കാലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ ജീവിപ്പിക്കലും ഈ കാലത്താണ് സംഭവിക്കുന്നത്. അത് ഏതാണെന്ന് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എഫേസ്യർ 2 അതിൻ്റെ 1-5 വാക്യങ്ങൾ നേരത്തെ വായിച്ചതാണ്. എഫെസോസിലെ വിശ്വാസികളെല്ലാം ആ വചനങ്ങൾക്ക് അനുസൃതമായിട്ട് ഒരിക്കൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. പിന്നീട് ദൈവം അവരെ ഉയർപ്പിച്ചു. ഇതേ കാര്യത്തെക്കുറിച്ച് 5 പറയുമ്പോൾ ജീവിപ്പിച്ചു എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് സംഭവിച്ചത് രക്ഷിക്കപ്പെട്ടപ്പോൾ ആയിരുന്നു എന്നും 5-ാം വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. അപ്രകാരം രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒരു ഉയർപ്പുണ്ട്. അതാണ് ആത്മാവിനെ സംബന്ധിക്കുന്ന ഉയർപ്പ് അഥവാ 1-ാമത്തെ ഉയർപ്പ്. ഈ ജീവിപ്പിക്കൽ കർത്താവാണ് ചെയ്യുന്നത്. ഈ കാര്യമാണ് യോഹന്നാൻ 5:25 അവിടുന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതേ കാര്യം കൊലോസ്യർക്ക് എഴുതിയപ്പോഴും പൗലോസ് പറഞ്ഞിട്ടുണ്ട്. 2:12 സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ നിങ്ങളും അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. കൊലസോസിലെ വിശ്വാസികൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റപ്പോൾ അവർ യേശു ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു. അതുവരെ അതിക്രമങ്ങളിലും അവരുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന അവരെ ദൈവം ജീവിപ്പിച്ചു. ഇതേ കാര്യം 3:1 പരാമർശിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. അവർ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നത്. ഇങ്ങനെ ഇതുവരെയും നാം ചിന്തിച്ചത് ആത്മാവിന്റെ ഉയർപ്പ് സംബന്ധിച്ച കാര്യമാണ്. ഇനി ശരീരത്തിന്റെ ഉയർപ്പിനെ കുറിച്ച് ചിന്തിക്കാം. ദാനിയേലിനോട് ദൂതൻ അരുളി ചെയ്തു, നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. മരണം ഇഹലോകത്തിൽ ദൈവം നമുക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമത്തിലേക്കുള്ള ഒരു വിടവാങ്ങലാണ്. ഒടുവിൽ കാലാവസാനം ഉണ്ടാകും. ഈ കാലാവസാനത്തെങ്കിൽ ഒരു എഴുന്നേറ്റ് വരവ് അഥവാ ശരീരം ധരിച്ചുകൊണ്ടുള്ള ഒരു വരവ് ഉണ്ടാകുമെന്നാണ് ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുനരുത്ഥാനം സംബന്ധിച്ച് ഈ വാക്കുകൾ പറയുന്നത്. അതുകൊണ്ട് പല ഉത്ഥാനങ്ങളില്ല, ഒന്നേ ഉള്ളൂ. ഇനി പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. യോഹന്നാൻ 5:28-29 വാക്യങ്ങൾ. ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും പുനരുത്ഥാനം ചെയ്യുവാനുള്ള ഒരു നാഴിക. ഇതാണ് കർത്താവ് പഠിപ്പിച്ചത്. പല ഘട്ടങ്ങളായിട്ടല്ല, ഒരു ഘട്ടമായിട്ട്. യോഹന്നാൻ 6:39 ഇപ്രകാരം പറയുന്നു, അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. അപ്പോ ഉയർത്തെഴുന്നേൽപ്പ് ഒടുക്കത്തെ നാളിലാണെന്ന് ഈ വാക്യം പറയുന്നു. ഇനി 40-ാമത്തെ വാക്യം, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. വീണ്ടും ഉയർത്തെഴുന്നേൽപ്പ് ഒടുക്കത്തെ നാളിലാണെന്ന് പറഞ്ഞിരിക്കുന്നു. 44-ാം വാക്യം, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, ഉയർത്തെഴുന്നേൽപ്പ് ഒടുക്കത്തെ നാളിലാണ്. എൻ്റെ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇവിടെയും ഉയർത്തെഴുന്നേൽപ്പ് ഒടുക്കത്തെ നാളിലാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് ദാനിയേലിനോട് ദൈവം പറഞ്ഞതിനോട് ഒക്കുന്ന പ്രസ്താവനകളാണ്. ഈ 4 വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ പിതാവ്
തിരഞ്ഞെടുത്ത് പുത്രന് കൊടുത്തിരിക്കുന്നവർ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് പുത്രന്റെ അരികിൽ വരുമാറാക്കും. അവർ പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കും. അവർക്ക് നിത്യജീവൻ ലഭിക്കും. അവരൊടുക്കത്തെ നാൾ എന്ന ആ ഒരേ ഒരു ദിവസത്തിൽ ഉയർപ്പിക്കും. ഇതാണ് കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളത്. ആകയാൽ ദൈവമക്കളുടെ ഉയർപ്പിന് പല ഘട്ടങ്ങളില്ല, ഒന്നേയുള്ളൂ എന്നാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ആറാമത്തെ റെഫറൻസ് പറയട്ടെ. കർത്താവിൽ നിന്ന് ഇതേ ഉപദേശം ലഭിച്ചിട്ടുള്ള മാർത്തയുടെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു. യോഹന്നാൻ 11:24. അതായത് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനം, ദ റിസറക്ഷൻ അറ്റ് ദ ലാസ്റ്റ് ഡേ എന്നൊരു സംഭവം ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ട് എന്നും അന്ന് അവളുടെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്നായിരുന്നു അവൾ പറഞ്ഞത്. ഇതായിരുന്നു അവൾ യേശുവിൽ നിന്ന് കേട്ട് പഠിച്ചത്. ഇവിടെയും വിശ്വാസികളുടെ, നീതിമാന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പ് ഒടുക്കത്തെ നാളിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദാനിയേൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇവരും എഴുന്നേൽക്കും എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇനി ഏഴാമത്തെ റെഫറൻസ്. ഇതോടൊപ്പം കർത്താവ് അവിശ്വാസികളായ യഹൂദന്മാരോട് പറഞ്ഞ ഒരു വാചകം ശ്രദ്ധേയമാണ്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. ആകയാൽ ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ നീതിമാന്മാർ മാത്രമല്ല, നീതി കെട്ടവരും എഴുന്നേൽക്കും. നീതി കെട്ടവരുടെ ന്യായവിധിയും അന്നുണ്ടാകും. ഇതാണ് യോഹന്നാൻ 5:28-29 വാക്യങ്ങളിൽ ഉള്ളത്. ഇനി എട്ടാമത്തെ റെഫറൻസ്. അതുകൊണ്ട് അഥേനയിലെ ജനത്തോട് മാനസാന്തരപ്പെടുവാൻ ആവശ്യപ്പെട്ടപ്പോൾ പൗലോസ് കാരണമായി ചൂണ്ടിക്കാണിച്ചത് ഈ ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തെയും ന്യായവിധിയെയുമാണ്. ദൈവം താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു, അല്ലെങ്കിൽ ഒരു നാളിനെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയും ഇരിക്കുന്നു. 17-34 അപ്പോസ്തല പ്രവൃത്തികൾ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ദിവസം യോഹന്നാനിൽ കർത്താവ് പറഞ്ഞു ഒടുക്കത്തെ നാൾ തന്നെയാണ്. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകുകയും ഇരിക്കുന്നു. എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച ദൈവം എല്ലാവരെയും എഴുന്നേൽപ്പിക്കുവാൻ, അതിനുശേഷം ശിക്ഷിക്കുവാൻ ശക്തനാണ്. അങ്ങനെ നിശ്ചയമായും ചെയ്യും. അങ്ങനെ ശിക്ഷ വരാനിരിക്കുന്നതുകൊണ്ട് മാനസാന്തരപ്പെടുവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ന്യായവിധിയുടെ ദിവസം വരുന്നു എന്നതിൻ്റെ ഉറപ്പാണ് യേശുവിന് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ദൈവം എല്ലാ മനുഷ്യർക്കും നൽകിയിരിക്കുന്ന ഉറപ്പ്. ഇനി 9ാമത്തെ റെഫറൻസ്. അപ്പോസ്തലനായ പൗലോസ് 1 തെസ്സലോനിക്കർ 1 എഴുതി, കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ഈ വചനപ്രകാരവും സുവിശേഷം അനുസരിക്കാത്തവർക്കുള്ള പ്രതികാരം കൊടുക്കുന്നതും അനുസരിക്കുന്നവർക്കുള്ള ആശ്വാസം കൊടുക്കുന്നതും ഒരേ നാളിലാണ്. ഇനി 10ാമത്തെ റെഫറൻസ്. ഒടുവിൽ പത്രോസ് വിശ്വാസികളുടെ പുനരുത്ഥാനം സംബന്ധിച്ച് പറഞ്ഞത് നമുക്ക് ഓർക്കാം. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ എന്നാണ് താൻ പറഞ്ഞത്. ഇംഗ്ലീഷിൽ എ സാൽവേഷൻ റെഡി ടു ബി റിവീൽഡ് ഇൻ ദ ലാസ്റ്റ് ടൈം, അന്ത്യ സമയത്ത് എന്നാണ്. അത് കൃത്യവുമാണ്. അതുകൊണ്ട് മലയാളത്തിൽ കൃത്യമായി പറഞ്ഞാൽ ഒടുക്കത്തെ സമയത്ത് വെളിപ്പെടുത്തുവാൻ ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്നാണ് വരിക. അപ്പൊ ഈ വചനങ്ങളൊക്കെ നീതിമാന്മാരുടെയും നീതി കേട്ടവരുടെയും പുനരുത്ഥാനം ഒരു ദിവസം ഒരേ സമയം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ വചനങ്ങളെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ, ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചിത്രം ഇതാണ്. 1, എല്ലാ നീതിമാന്മാരും അവർ ക്രിസ്തുവിന് മുമ്പുള്ളവരായാൽ പോലും ശേഷമുള്ളവരായാലും ഒരേ ദിവസം ഒരേ സമയം ഉയർത്തെഴുന്നേൽക്കും. ദാനിയേലും പുതിയ നിയമത്തിൻ്റെ കീഴിലുള്ള അപ്പസ്തോലന്മാരും വിശുദ്ധന്മാരും ഒക്കെ ഒരേ ദിവസം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കും. അവർ ഒരേ സമയം ജീവനിലേക്ക് ഉത്ഥാനം ചെയ്യും. മരണത്തിൽ നിന്ന് എക്കാലത്തേക്കുമായി രക്ഷിക്കപ്പെടും. 2ാമത്തെ പോയിന്റ്. നീതി കെട്ടവരും അതേ ദിവസം അതേ സമയം ന്യായവിധിക്കായി എഴുന്നേൽപ്പിക്കപ്പെടും. ദൈവത്തിൻ്റെ ക്രോധം അനുഭവിക്കുവാനുള്ള, ശിക്ഷ അനുഭവിക്കുവാനുള്ള
ആ ഉത്ഥാനം അവർക്ക് അന്ന് തന്നെ ഉണ്ടാകും. ഇവയിലെങ്ങും ഒരു 1000 ആണ്ടത്തെ ഗ്യാപ്പ് അഥവാ വിടവ് കാണിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിലും അത് ഉണ്ടായിരിക്കയില്ല എന്നാണ് നാം വിലയിരുത്തേണ്ടത്. 3, സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലുമായി 2 തരം ഉയർപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1 ആത്മാവിൻ്റെ ഉയർപ്പ്, 2 ശരീരത്തിൻ്റെ ഉയർപ്പ്. അതുകൊണ്ട് വെളിപ്പാട് 20-ാം അധ്യായത്തിലെ 1-ഉം 2-ഉം പുനരുത്ഥാനങ്ങൾ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന 1-ഉം 2-ഉം ഉയർപ്പുകൾ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്തുകൊണ്ട് അവിടെ പുനരുത്ഥാനം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, അവിടെ 2-ാം മരണത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, അവിശ്വാസികൾക്ക് സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചും അവിടെ പരോക്ഷമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത്, ഉയർപ്പ് എന്ന പദം ഉപയോഗിക്കാതെ ഇരുന്നിട്ടുള്ളത്. മറ്റൊരു കാര്യം, പുനരുത്ഥാനം, ഉയർപ്പ് എന്നീ പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉപയോഗിച്ചിട്ടുള്ളവയാണ് വിശ്വാസികളോടുള്ള ബന്ധത്തിൽ. ഉദാഹരണങ്ങൾ ഞാൻ ചേർക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികൾ 13:30 നാം ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വായിക്കുന്നു. ഗെയ്രോ എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ 13:34 അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനെ കുറിച്ച് എന്നാണ് നാം വായിക്കുന്നത്. അനിസ്റ്റേമി എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരേ കാര്യത്തെ 2 വ്യത്യസ്തമായ പദങ്ങളാൽ പറഞ്ഞിരിക്കുകയാണ്. പുനരുത്ഥാനം, ഉയർപ്പ് എന്നീ പദങ്ങൾ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ഒരേ അർത്ഥമുള്ളവയാണ്. അതുകൊണ്ട് വെളിപ്പാട് 20-ലെ 1-ഉം 2-ഉം പുനരുത്ഥാനങ്ങൾ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ 1-ഉം 2-ഉം ഉയർപ്പുകൾ തന്നെയാണ്. മറ്റൊരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കുവാനായിട്ട് ഉണ്ട്. വെളിപ്പാട് 20-6 ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ആരുടെ മേലാണ് 2-ാം മരണത്തിന് അധികാരമില്ലാത്തത്? വിശ്വാസികളുടെ മേൽ. ആകയാൽ ഒന്നാമത്തെ പുനരുത്ഥാനം അഥവാ ഒന്നാമത്തെ ഉയർപ്പ് ആത്മാവിൻ്റെ രക്ഷയാണ്. വിശ്വാസത്തിലേക്കും അനുസരണത്തിലേക്കും വരുന്ന കാര്യമാണ്. ഇനി നമ്മൾ ആ വചനഭാഗത്ത് വായിക്കുന്നത് എങ്ങനെയാണ്? അവിടെ പറഞ്ഞിരിക്കുന്നവരുടെ ആത്മാക്കളെ കണ്ടു എന്നാണ് യോഹന്നാൻ പറയുന്നത്. ആ ആത്മാക്കൾ ജീവിച്ചു എന്നാണ് പിന്നീട് പറയുന്നത്. ആത്മാക്കൾ ജീവിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്? ആത്മരക്ഷ സംഭവിക്കുമ്പോഴാണ്, ആത്മാവിൻ്റെ ഉയർപ്പ് സംഭവിക്കുമ്പോഴാണ്. എന്നാൽ കർത്താവിൻ്റെ 2-ാം വരവിൽ ഉണ്ടാകാൻ പോകുന്ന ഉയർത്തെഴുന്നേൽപ്പ് അത് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാണ്, ശരീരത്തിൻ്റെ രക്ഷയാണ്. അതുകൊണ്ട് ഇവിടെ ആത്മാക്കൾ ജീവിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട്, അത് ശരീരത്തെ സംബന്ധിച്ചല്ലാത്തത് കൊണ്ട് അത് ആത്മരക്ഷയെക്കുറിച്ച് ഉള്ളത് തന്നെയാണ്. ഒന്നാമത്തെ പുനരുത്ഥാനം ആത്മാവിൻ്റെ രക്ഷയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ പുനരുത്ഥാനം ഭാവിയിൽ കർത്താവിൻ്റെ 2-ാം വരവിൽ സംഭവിക്കുവാനുള്ളത് അല്ല, നേരെ മറിച്ച് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ 2-ാമത്തെ പുനരുത്ഥാനം ഭാവിയിൽ കർത്താവിൻ്റെ 2-ാം വരവിൽ സംഭവിക്കുവാനുള്ള നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനമാണ്. ഈ കാര്യങ്ങളെ ഗ്രഹിക്കുവാനും സത്യം മനസ്സിലാക്കി വ്യക്തമായ പ്രത്യാശയോടെ ജീവിക്കുവാനും ദൈവം നാം ഏവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.